MC റോഡിൽ ഏറ്റവും അധികം അപകടം നടക്കുന്നത് അടൂരിനും പന്തളത്തിനും ഇടയിലാണ്. കുരമ്പാലയിൽ നിന്ന് CK അഭിലാൽ ചേരുകയാണ്. അഭിലാൽ, MC റോഡിലെ പ്രധാനപ്പെട്ട അപകട മേഖലയായി ഈ അരൂർ പന്തളം സ്ട്രെച്ച് മാറുന്നുണ്ട്. അതേക്കുറിച്ചും ജനങ്ങൾക്ക് പരാതിയുമുണ്ട്. എന്താണ് ഇപ്പോൾ ഇങ്ങനൊരു വലിയ അപകടം നടന്ന സ്ഥിതിക്ക് നാട്ടുകാർക്ക് ആശങ്ക കൂടുമല്ലോ, എന്താണ് അവർക്ക് പറയാനുള്ളത് അഭിലാൽ? അഭിലാഷ്, മെയിൻ സെൻട്രൽ റോഡ് അഥവാ MC റോഡ് തിരുവനന്തപുരം ജില്ലയിലെ കേശവദാസപുരത്ത് തുടങ്ങി എറണാകുളത്ത് അങ്കമാലിയിൽ അവസാനിക്കുന്ന 240 കിലോമീറ്ററാണ്. അതിൽ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാകുന്നത് പത്തനംതിട്ട ജില്ലയുടെ ഭാഗമായി വരുന്ന പ്രദേശത്താണ്, വിശേഷിച്ച് ഏനാത്ത് മുതൽ കാരക്കാട് വരെയുള്ള പ്രദേശത്ത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അപകടങ്ങളിൽ മരണമുണ്ടായിട്ടുള്ളത് അടൂരിനും ഒപ്പം തന്നെ പന്തളത്തിനും ഇടയിലുള്ളതാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കഴിഞ്ഞ മാസം 30-ാം തീയതി, അതായത് ഏറെക്കുറെ 12 ദിവസത്തിന് മുൻപ് പുലർച്ചെ 14 ചക്രങ്ങളുള്ള ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് കെട്ടിടം തകർന്നതിൻ്റെയാണ് ഈ വീട്. അതായത് കുരമ്പാലയ്ക്ക് സമീപമുള്ള രാജേഷ് എന്ന ആളുടെ, ആശാൻ തുണ്ടിൽ പടിഞ്ഞാറ്റതിൽ രാജേഷ് എന്ന ആളുടെ വീടിന് മുകളിലേക്കാണ് മറിഞ്ഞത്. അവർ ഉറക്കത്തിലായിരുന്നു, കുടുംബാംഗങ്ങളൊക്കെ തന്നെ. പക്ഷേ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷേ വീട് പൂർണ്ണമായി തകർന്നു പോയി എന്നുള്ളതാണ്. ഓരോ ദിവസവും സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു, മരണങ്ങൾ ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ 4 കുട്ടികൾ ഒരൊറ്റ അപകടത്തിൽ മരിച്ചു. നിങ്ങൾ പലപ്പോഴും MC റോഡിൻ്റെ ഭാഗത്തുണ്ടാകുന്ന അപകടങ്ങളിൽ രക്ഷാപ്രവർത്തകരുമാണ്. അതെ, തീർച്ചയായിട്ടും. MC റോഡിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായ സംഭവങ്ങളാണ്. അതായത് റോഡിൻ്റെ സൈഡിൽ ഞങ്ങളൊക്കെ ഇപ്പം ആക്സിഡൻ്റായി കിടക്കുന്നവരെ എടുത്തുകൊണ്ട് പോയിട്ട് ഞങ്ങളൊക്കെ ഇപ്പം മനസ്സ് മടുത്തിരിക്കുകയാണ്, ഒരു പരുവമായിരിക്കുകയാണ്. ഞങ്ങൾക്കിപ്പം ഇതൊന്നും കണ്ടാലൊന്നും തോന്നത്ത് പോലില്ല, ആ ഒരു ഫീലിങ്സിലാണ് നിൽക്കുന്നത്. പലതവണ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തിയതാണ്, പഠനങ്ങൾ നടത്തിയതാണ്, പരിഹാര നടപടികൾ നിർദ്ദേശിച്ചതാണ്. പക്ഷേ ഫലത്തിൽ യാതൊന്നും സംഭവിക്കാത്തതാണ് സ്ഥിതി. ഈ പഠനങ്ങളല്ലാതെ അതിനൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പം ഈ വളവിൽ തന്നെ എന്തെങ്കിലും ഒരു സിഗ്നലുകളോ ഈ അപകടങ്ങൾ കൂടുതൽ നടക്കുന്ന ഈ ഭാഗത്ത് എന്തെങ്കിലും മുൻകരുതൽ നടപടികളോ ഒന്നും തന്നെ എടുത്തിട്ടില്ല. ഈ പാലക്കാട്ടെയും ആലപ്പുഴയിലെയും അപകടങ്ങൾ മുന്നിൽ കണ്ടെങ്കിലും ഇത്തരമുള്ള ഒരു മുൻകരുതൽ എടുത്തിരുന്നെങ്കിൽ ഏറ്റവും നന്നായിരുന്നു. ഈ ഓരോ അപകടങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരുന്നത്. അതായത് അതിനുപരിയായിട്ട് ഒരു നടപടികൾ, ശരിയായിട്ടുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വാഹന അപകടത്തിൽ മരിച്ച ഒരു പ്രദേശം MC റോഡിലെ വിവിധ അപകടങ്ങളാണ്. പല കുറി പരാതി നൽകിയതാണ്. ഇവിടുത്തെ ഈ അപകടങ്ങൾക്ക് കാരണം ഡ്രൈവർമാരുടെ അനാസ്ഥയെന്ന് നമ്മൾ പറയുമെങ്കിലും ഏറ്റവും കൂടുതൽ ഈ റോഡുകളുടെ നിർമ്മാണത്തിലുള്ള അശാസ്ത്രീയതയാണ്. കാരണം ഈ അപകടം നടക്കുമ്പോൾ നമ്മൾ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ ആണ് ആദ്യം അടുക്കുന്നത്, ആൾക്കാരെ രക്ഷപ്പെടുത്താനായിട്ട്. ആൾക്കാരെ ഞങ്ങൾ കഴിവതും നമ്മൾ രക്ഷപ്പെടുത്തും. അത് കഴിയുമ്പോഴേക്കും ഏകദേശം ഫയർഫോഴ്സും പോലീസും വേണ്ടപ്പെട്ട അധികാരികളെല്ലാം വരും. അടുത്ത ദിവസങ്ങളിലുള്ള പത്രമാധ്യമങ്ങളിലെല്ലാം, ദൃശ്യമാധ്യമങ്ങളിലും എല്ലാം വാർത്തകൾ വരും. പിന്നീട് ഇതിനെപ്പറ്റി ഒരു അന്വേഷണമോ വേണ്ട ഒരു നടപടികളോ സ്വീകരിക്കാനായിട്ട് ഇന്ന് വരെ നടത്തിയിട്ടില്ല. ഒരു 4 വർഷത്തിനുള്ളിൽ ഒരു 9 ആക്സിഡൻറ്റ് നടന്നതിൽ ഒരു 4 പേര് മരിച്ചിട്ടുണ്ട്, നമുക്ക് വ്യക്തമായിട്ടറിയാം. അത് കഴിഞ്ഞ് ഈ അപകടത്തിൽപ്പെട്ട മറ്റു ആൾക്കാർ അവർ ജീവിച്ചിരുന്നിട്ടും കാര്യമില്ല. അതേ രീതിയിൽ ആക്സിഡൻറ്റിൽ മുറിവും ചതവും അല്ലെങ്കിൽ ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കും ഇപ്പോഴും എന്ന് നമുക്ക് നല്ല വ്യക്തമാണ്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ അപകടത്തിൽപ്പെടുന്നവർക്ക് ചെയ്യുന്നുണ്ട്, ഏതൊരു രാത്രിയായാലും പകലായാലും ഏത് സമയത്തായാലും. പക്ഷേ വേണ്ട രീതിയിൽ അധികാരികളുടെ സൈഡിൽ നിന്ന് ഇതിന് വേണ്ടുന്ന ഒരു ശാശ്വത പരിഹാരമോ അതിന് വേണ്ടുന്ന നടപടികളോ ഇന്ന് വരെ ആരെങ്കിലും വന്ന് അന്വേഷിച്ചതായിട്ടോ അതിനൊരു മേൽ നടപടികൾ സ്വീകരിച്ചതായിട്ടോ ഇന്ന് വരെ ആർക്കും അറിയില്ല. ഇവിടെ ഇപ്പം തന്നെ ഇവിടെ ഒരു അപകടം നടന്നു. ഇതിനൊരു പരിഹാരം ഇത്രയും ദിവസമായിട്ട് പത്രങ്ങളിലും മാധ്യമങ്ങളിലും മനോരമ ചാനലിൽ നിന്ന് ഒരാഴ്ച കണ്ടിന്യൂ ആയിട്ട് പത്രമാധ്യമത്തിൽ ഇതിൻ്റെ റിപ്പോർട്ട് വന്നതാണ്. ഒരു വാർത്തയില്ല. ഈ റീസെൻ്റ്ലി ഇപ്പോൾ നടന്ന അപകടത്തിൽ എന്ത് സംഭവിച്ചു, അതിനോട് മുന്നോട്ട് എന്താണ്? തീർച്ചയായും അങ്ങനെ നാട്ടുകാർക്ക് പല കാര്യങ്ങൾ പറയാനുണ്ട്.